അന്ത്യനാളിൽ സർവ്വജനത്തിനും ഞാൻ നേതാവായിരിക്കും. എന്താണ് ഈ പറഞ്ഞതിന്റെ പിന്നിൽ എന്ന് നിങ്ങൾക്കറിയുമോ? എല്ലാവരും എന്നെ അംഗീകരിക്കേണ്ടി വരും. എല്ലാവരും ഇന്നെന്നെ നിഷേധിക്കുന്നവരും അന്ത്യനാളിൽ എന്റെ അടുത്ത് വരും. എല്ലാ ജനങ്ങളും എന്റെ അടുത്ത് വരും. മനസ്സിലായില്ലേ? എന്നിലേക്ക് തിരിയും. എന്റെ അടുത്ത് വരിക എന്നുള്ള എന്നിലേക്ക് തിരിയും. എന്നിട്ട് അവർ പറയും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ് വ ഖാതിമുൽ അംബിയാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്, ഖാതിമുൽ അംബിയാണ്, ഞങ്ങൾ അംഗീകരിച്ചു. അലാ തറാ നഹ്നു ഫീഹി അലാ തറാ നഹ്നു മാ ഫീ അലാ തറാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ ഈ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ? ഞങ്ങൾ വലിയ പ്രയാസത്തിലാ, മഹ്ശറില വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ ഈ പ്രയാസം അങ്ങ് കാണുന്നില്ലേ? ഇശ്ഫഅ ലനാ ഇലല്ലാഹ് ഗഫറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. എല്ലാം 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 അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കുറ്റവും ഒരു ശിഷ്ടവും ഇല്ല, ഒരു തിന്മയുമില്ല. മനസ്സിലായില്ലേ? അല്ലാഹുവിന് ഒരു കോപ്പവും ഇല്ല. അങ്ങനത്തെ ആളാണ്. അത്രയും നിങ്ങൾ ത്യാഗം ചെയ്തിട്ടുണ്ട്. അത്രയും നിങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്നതിൽ പരമാവധി നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ കഴിയാവുന്നതിൽ പരമാവധി നിങ്ങൾ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട് എന്നൊക്കെ സാരം. അതുകൊണ്ട് ഒന്നും നിങ്ങൾക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് അള്ളാഹുവെങ്കിൽ ബാക്കിയില്ല, ഒരു കുറ്റം ചെയ്തതായി രേഖയില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾക്കൊന്ന് ശുപാർശ ചെയ്തുകൂടെ? നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഇതിന് കഴിയുക? നിങ്ങളല്ലേ മാനവ സമൂഹത്തിലും ഏറ്റവും ഉന്നതൻ, നിങ്ങളത് ചെയ്യണമെന്ന് സർവ്വ മനുഷ്യരും എന്നിലേക്ക് തിരിഞ്ഞു വന്ന് എന്നോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ, സ്വലാത്ത് ഉറക്കെ ചെല്ല്. അലാ തറാ മാ ഖദ് ബലഗന, ഞങ്ങൾക്ക് എത്തിയ കാര്യം അങ്ങ് കാണുന്നില്ലേ? അങ്ങനെ ഞാൻ പോകും. അങ്ങനെ ഞാൻ മനുഷ്യരുടെ പ്രതിനിധിയായി അള്ളാഹുവിലേക്ക് പോകും. ഞാൻ അർശിന്റെ നേരെ ചുവട്ടിലെത്തും. അങ്ങനെ കോടാനക്കോടി ജനങ്ങളെ കഷ്ടപ്പാടിൽ പരിഹാരമായി അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ സാഷ്ടാംഗത്തിൽ വീഴും. ഞാൻ സുജൂദ് ചെയ്യുമെന്നുമല്ല പറഞ്ഞത്, ഞാൻ സുജൂദിൽ വീണ് കിടക്കും. മനസ്സിലായില്ലേ? വീഴ, മനസ്സിലായില്ലേ? ഞാൻ വീണ് കിടക്കും സുജൂദിൽ. ثم يفتح الله علي ويلهمني محامده وحسن ثناء عليه شيئا لم يفتحه لأحد قبلي. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് പറയേണ്ട സകല കാര്യങ്ങളും എനിക്ക് തോന്നിപ്പിക്കും. അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ പുകഴ്ത്തപ്പാട്ടുകളും പുകഴ്ത്തലുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാ സ്തുതി കീർത്തനങ്ങളും ആ സുജൂദിൽ വെച്ച് പറയും. മാനവ ചരിത്രത്തിൽ ഒരാൾക്ക് പോലും ലഭിക്കാത്ത അത്ര അള്ളാഹുവിനെ പ്രശംസിക്കേണ്ടത് എങ്ങനെയാണെന്ന് അള്ളാഹു എനിക്ക് ആ സന്ദർഭത്തിൽ തോന്നിപ്പിക്കും. അതെല്ലാം ഞാൻ അള്ളാഹുവിനെ പ്രശംസിക്കും. ആര് പറയുന്നു? ഉറക്കെ പറ, വെറുതെ ഇരിക്കൽ. ആര് പറയുന്നു? മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മുത്തഫഖുൻ അലൈഹിയായി സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയ ഹദീസാണിത്. അപ്പോൾ പറയപ്പെടും, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, തല ഉയർത്തുക, എന്ത് ചോദിച്ചാലും നൽകപ്പെടുമല്ലോ താങ്കൾക്ക്. അങ്ങനെയാണെങ്കിൽ താങ്കൾ അങ്ങനെ പ്രയാസപ്പെടരുത്. അള്ളാഹുവിന്റെ ഹബീബ് പ്രയാസപ്പെടുന്നത്, ദുഃഖിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അത്രയും അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. മാനവരാശി ഇന്ന് സമ്പാദിച്ചിട്ടുള്ള സകല നന്മയുടെയും യഥാർത്ഥ അടിസ്ഥാന കാരണക്കാരനാണ് മുഹമ്മദ് മുസ്തഫ. മാനവ ചരിത്രം ഇന്ന് നേടിയ സകല പുരോഗതിയുടെയും അടിസ്ഥാന പിതാവാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അങ്ങിങ്ങനെ വീണ് കിടക്കരുത്. അങ്ങേക്ക് എന്താ വേണ്ടത്? സൽ, ചോദിച്ചോളൂ, തോട്ടോ, എന്ത് ചോദിച്ചാലും അങ്ങേക്ക് നൽകപ്പെടും എന്ന് അല്ലാഹു എന്നെ അറിയിക്കും.
ഇശ്ഫഅതു ശഫാ, ഏത് ശുപാർശ ചെയ്താലും ആ ശുപാർശ അംഗീകരിക്കപ്പെടും. അപ്പോൾ ഞാൻ എന്റെ തല ഉയർത്തും. ഞാൻ പറയും, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം എന്റെ സമുദായം. ഈ സമുദായത്തിന്റെ ഹിസാബ് കഴിഞ്ഞാലേ മറ്റൊരു സമുദായത്തിന് ഹിസാബ് എടുക്കൂ എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വേറൊരു പോകണമെങ്കിൽ ഇത് കഴിയണ്ടേ? ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹ് പ്രയാസപ്പെടരുത്, പ്രയാസപ്പെടുത്തരുത് മാനവലോകത്തെ. നീ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞാൻ റബ്ബിനോട് പറയും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പറയപ്പെടും, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, അദ്ഖിലിൽ ജന്നത മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ് അലൈഹി മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. മുഹമ്മദ് നബിയേ, താങ്കൾ നോക്ക്, നിങ്ങൾ അദ്ഖിലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക, മിൻ ഉമ്മതിക, തങ്ങളുടെ സമുദായത്തിൽ നിന്ന്, മൻ ലാ ഹിസാബ്, ഒന്നാമതായി ഹിസാബില്ലാത്ത സ്വർഗ്ഗത്തിൽ വെച്ചു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم. وركبنا اللهم اجعلنا منهم، اللهم اجعلنا، اللهم اجعلنا منهم. ഒരു അഭിപ്രായ പ്രകാരം അവർ 490 കോടിയാണ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവർ. اللهم اجعلنا، اللهم اجعلنا منهم. അതാണ് പ്രത്യേകം, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുക. കാരണം ഒന്നാളും രണ്ടാളൊന്നുമല്ല, 1000 10,000 ഒന്നുമില്ല. എത്ര ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവർ? 490 കോടിയാണ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. ഇതാണ് ഒരു അഭിപ്രായം. ഗ്രീക്കാലം ഒരു അഭിപ്രായം തന്നെയാണ്. 70,000-ൽ 70,000, 70,000 ഇൻറ്റു 70,000, ഇതാണ് ഒരു അഭിപ്രായം. അതങ്ങനെ ആവണമെന്നാണ് എൻ്റെ മോഹവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ തന്നെ ആഗ്രഹിക്കണം. അപ്പോൾ നമ്മളെ കെട്ടിത്തരും. 70,000 ഇൻറ്റു 70,000 എത്ര? 490 കോടി. 490 കോടി ജനങ്ങൾ ഹിസാബില്ലാ സ്വർഗ്ഗത്തിൽ കിടക്കും. 490 കോടി ആട് കയറും. ഹിസാബില്ലാതെ. ഇതാണ് ഒരു അഭിപ്രായം. 70,000 ഫീ 70,000, 70,000 70,000-ൽ 70,000 ഇൻറ്റു 70,000, അഥവാ 490 കോടി ജനങ്ങൾ അങ്ങോട്ട് കയറും. ഇതാണ് ഒരു അഭിപ്രായം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 70,000 എന്ന അഭിപ്രായവുമുണ്ട്. എന്നാൽ ഇങ്ങനെയും അഭിപ്രായമുണ്ട്. പ്രതീക്ഷിക്കുക, 70,000 ഇൻറ്റു 70,000 ആണെങ്കിൽ 490 കോടി ആളുകൾ. അങ്ങനെ ആവട്ടെ, അല്ലാഹുവിനോട് നമുക്ക് തേടാം. അങ്ങനെ ആയിരിക്കും. അപ്പോൾ കേറും. ഏതിലെയാ കയറുക? ഏതിലെയാണ് കയറുക? മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വലത്തെ ഭാഗത്തെ വാതിലിലൂടെ. ഓം ശുറക്കാഉൻ നാസി ഫീമാ സിവാ ദാലിക മിനൽ അബ്വാബി, മറ്റു വാതിലുകളിൽ എല്ലാവരും ഉണ്ടാവും. ഈ വാതിലുകളിൽ ഹിസാബില്ലാത്ത ഉമ്മത്ത് മുഹമ്മദ് മാത്രമേ കയറൂ. മനസ്സിലായില്ല? സ്വർഗ്ഗത്തിന്റെ വലഭാഗത്തെ വാതിലിലൂടെ സ്പെഷ്യൽ കയറ്റം. സ്വർഗത്തിന്റെ വലഭാഗത്തെ വാതിലിലൂടെ ഒരു കയറ്റം. മനസ്സിലായില്ല? അങ്ങോട്ട് കയറ്റും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങോട്ട് കയറ്റും. കയറ്റുന്ന ആ വാതിലിന്റെ പ്രത്യേകത എന്താ? ആ വാതിലിലൂടെ മറ്റൊരു സമുദായത്തിലുള്ളവരും കയറുകയില്ല എന്ന് മാത്രമല്ല, ഈ സമുദായത്തിൽ ഹിസാബില്ലാത്തവർക്ക് കയറാനാണത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. സ്വർഗത്തിന്റെ വലഭാഗത്തൂടെയുള്ള വാതിൽ അങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങോട്ട് കയറും. അങ്ങോട്ട് നോക്കൂ. എന്ന് നോക്കൂ. സ്വർഗത്തിന്റെ വാതിലുകളുടെ മിസ്ര എന്നാൽ, മിസ്ര എന്ന് പറഞ്ഞാൽ അരവാതിൽ. മിസ്രഅൈനി 2 അര. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഡോറ് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയല്ല. മനസ്സിലായില്ല? സോ ഡോർ ഇങ്ങനെ ആയിരിക്കും. മിസ്ര എന്ന് പറഞ്ഞാൽ അത് മിസ്ര അല്ല. നമ്മൾ ഈ കാണുന്ന മുറിക്ക് ഒറ്റ ഡോറാണുള്ളത്, അതല്ല. മിസ്ര എന്ന് പറഞ്ഞാൽ ഇതാ തന്നെ
ഇങ്ങനെ ഇതൊരു മിസ്രായി, ഇതൊരു മിസ്രായി. ആഫ് വാതിലിനാണ് എന്ത് പറയാ? എവിടെ ഉണ്ട് മോന്? ഏതുപോലെ? അതെ അതെ ഏതുപോലെ? ആ ഗ്രില്ലിന്റെ അതുപോലെ രണ്ട് പകുതി. മിസ്രായി എന്നാൽ ഒരു പകുതി, മിസ്രായിന് രണ്ട് പകുതി. ആ രണ്ട് പകുതിയുടെ ഇട എന്നാൽ മാബൈന മക്ക ഹജർ, മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള വീതിയാണ്. അല്ലെങ്കിൽ മാബൈന മക്ക ബസ്റ, മക്കയും ബസ്റയും ഇടയിലുള്ള വീതിയാണ് എന്ന്. ഹജർ എന്നാൽ ബഹ്റൈനിലെ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിലേക്ക് മക്കയിൽ നിന്ന് 1160 കിലോമീറ്റർ. നോക്കേ, മനസ്സിലായല്ലോ? സ്വർഗത്തിന്റെ രണ്ട് മിസ്രാ അഥവാ ഒരു വാതിൽ, ഇങ്ങനെ തുറക്കുന്ന വാതിൽ. സ്വർഗത്തിന്റെ വാതിലൊക്കെ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് തുറക്കൽ. ഇങ്ങനെ മനസ്സിലായില്ലേ? മിസ്രായ് അരവാതിൽ, മിസ്രായിനി രണ്ടര. ഇങ്ങനെ നിൽക്കും, പിന്നെ അങ്ങനെ തുറക്കും. അത് രണ്ടിന്റെയും ഇട അഥവാ ഈ വാതിൽക്കെട്ടിൽ മുതൽ ഈ വാതിൽക്കെട്ടിൽ വരെയുള്ള ദൂരം മാബൈന മക്ക ഹജർ, മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള ദൂരമാണ്. അല്ലെങ്കിലോ മാബൈന മക്ക ബസ്റ, മക്കയുടെയും ബസ്റയുടെയും ഇടയിലുള്ള നീളമാണ്, അകലമാണ്. മക്കയിൽ നിന്ന് ഹജറിലേക്ക് 1160 കിലോമീറ്റർ. മക്കയിൽ നിന്ന് ഹജറിലേക്ക് 1160 കിലോമീറ്റർ. മക്കയിൽ നിന്ന് ബസ്റയിലേക്ക് 1250 കിലോമീറ്റർ. അപ്പോൾ ഒരു വാതിൽ എന്നാൽ ഏകദേശം 1200 മഹൗല്, 1200 ഓളം. മനസ്സിലായോ? 1160 കിലോമീറ്റർ ആണ് ഹജറിലേക്ക്. 1250 ബസ്റയിലേക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ 1200 കിലോമീറ്റർ ഉണ്ടാകും. എന്ത് പറ? രണ്ടും കൂടെ നമ്മൾ കൂട്ടിയാൽ, ഒരു മദ്യം പിടിച്ചാൽ, 1160, 1250, ഒരു മദ്യം പിടിച്ചാൽ ഏകദേശം 1200 കിലോമീറ്റർ ഉണ്ടാവും. എന്ത്? ഒരു വാതിലിന്റെ വീതി. ഒരു വാതിലിന്റെ വീതി. മനസ്സിലായില്ലേ? ഒരു വാതിലിന്റെ വീതി എത്ര ഉണ്ടാവും? ഒരു വാതിലിന്റെ വീതി. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. 8 വാതിലുണ്ട്. ഒരു വാതിലിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 കിലോമീറ്ററോളം വരും. 8 വാതിലുണ്ട് സ്വർഗത്തിൽ. മനസ്സിലായോ? എന്ന് ഇനിയും പ്രശ്നം. ഒരു ഹദീസ് ഞങ്ങൾക്ക് വേറെ ഹദീസ് അനുസരിച്ച് പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസ്. لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار. لا إله إلا الله استغفر الله لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. എന്ന് ഇനി വേറെ സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസ് തന്നെ. പുണ്യ മുഹമ്മദ് മുസ്തഫ വേറെ ഹദീസ് കാണിച്ചാൽ ചിന്തിക്കണം. വേറെ ഹദീസ് കാണിച്ചാൽ ഇതിനു മുമ്പ് വേറെ ഹദീസ് കാണിച്ചാൽ
അനവധി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരാളുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ഇന്ന ബൈനൽ മിസ്റാഇനി ബൈന മിൻ മസാരിഇൽ ജന്ന കമാ ബൈന മക്ക വ ഹജർ, മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള സ്ഥലമായിരിക്കും ഒരഭിപ്രായം എന്ന് വേറൊരു ഹദീസ് മുഹമ്മദ് മുസ്തഫ വേറെ ഹദീസ്. എന്താ ഒരു ഹദീസ് മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള വീതിയായിരിക്കും എന്റെ ഒരു വാതിലിനുണ്ടാവും. ഒരു വാതിലിന്റെ ഇട, ഒരു അഭിപ്രായം, ഒരു ഹദീസ്. ഇനി വേറൊരിക്കൽ ഹബീബായ നബി പറഞ്ഞു, സഹിഹ് ഹദീസാ, ശ്രദ്ധിക്കണേ, ഇന്നമാ ബൈനൽ മിസ്റാഇനി ഫിൽ ജന്ന മസീറത്തു 40 സന, 40 കൊല്ലത്തെ വഴി ദൂരം ഉണ്ടാവും ഒരു വാതിലിന്റെ ഇട. അപ്പൊ പ്രശ്നമായി, മനസ്സിലായില്ല? ഒരു വാതിലിന്റെ അകലം എന്നാൽ ഒരഭിപ്രായം 1200 കിലോമീറ്റർ. ഒരു ഹദീസ്. ഇനി ഒരു ഹദീസ്, ഒരു വാതിലിന്റെ വീതി എന്നാൽ മസീറത്തു 40 സന, കരുത്തുള്ള ഒരു ഒട്ടകം 40 കൊല്ലം നടന്നാൽ എത്ര ദൂരത്തെത്തും അത്രയും ദൂരമുണ്ടാകും ഒരു വാതിലിന്റെ വീതി. മനസ്സിലായില്ല? അങ്ങനെ എത്ര വാതിലുണ്ട്? 8. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു വാതിലിന്റെ വീതി മക്കയുടെയും ഹാജറിന്റെയും ഇടയിലുള്ള ദൂരം എന്ന്. ഒരു ഹദീസ് 40 കൊല്ലത്തെ വഴി ദൂരം. ഒരു യോഗ്യനായ ഒട്ടകം, ഒരു നിപുണനായ ഒരു ഒട്ടകം 40 കൊല്ലം ഓടിയാൽ എത്ര ദൂരം എത്തും അത്ര ദൂരം ഉണ്ടാകും ഒരു സ്വർഗത്തിന്റെ വാതിലിന്റെ വീതി. വാതിലിന്റെ വീതി, ഫുൾ വാതിലിന്റെ വീതി, അതായത് 2 വാതിൽ കെട്ടിനിടയിലുള്ള വീതി അത്ര ഉണ്ടാവും. ഇങ്ങനെ പരിമളൊക്കെ നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. വലിയക്കാരെ വിളിക്കും, അതും പറയാം. മനസ്സിലായില്ലേ? പറഞ്ഞു ചിന്തിക്ക്. ഒരു ഹദീസ്. ഇനി വേറെ ഹദീസാണ്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, അന്നമാ ബൈനൽ മിസ്റാഇനി ഫിൽ ജന്ന മസിറത്തു 40 സന എന്ന്. 40 കൊല്ലത്തെ വഴി ദൂരം ഉണ്ടാവും. ഉത്ബത്ത് ബിൻ ഉസ്വാനാണ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ 40 ഇവിടെ പല സ്ഥലത്തും ഈ ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട ഹക്കീം ബിൻ മുആവിയ അൻ അബീഹി അൻ മുആവിയ, ബഹുമാനപ്പെട്ട സയ്യിദ്നാ മുആവിയ റളിയല്ലാഹു അൻഹു തൊട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മുആവിയ തങ്ങളാണ് നബിയിൽ നിന്ന് കേട്ട് രേഖപ്പെടുത്തുന്നത്. സമാനമായി വേറെയുമുണ്ട്. ബഹുമാനപ്പെട്ട ഉത്ബത്ത് ബിൻ ഉസ്വാൻ രേഖപ്പെടുത്തുന്ന ഹദീസ് 40 കൊല്ലത്തെ വഴി ദൂരം എന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഹദീസ് കാണിക്കാം. എന്ന് ഇമാം ത്വബറാനി അബ്ദുല്ലാഹി ബിൻ സലാമിനെ തൊട്ട് രേഖപ്പെടുത്തുന്ന ഹദീസിലും 40 കൊല്ലത്തെ വഴി ദൂരം എന്നുണ്ട്. മുഅ്ജമുൽ കബീറിലെ ബഹുമാനപ്പെട്ട മഹാപണ്ഡിതനായ സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ കേട്ട് പറയുകയാണ്, ഇന്നമാ ബൈനൽ മിസ്റാഇനി ഫിൽ ജന്ന മസീറത്തു 40 സന, ഒരു വാതിലിന്റെ വീതി 40 ഒരു ഒട്ടകത്തിന് 40 കൊല്ലം ഓടാനുള്ള ദൂരാണ് വീതി. ഞാൻ വേറെ ഹദീസ് കാണിച്ചു. മുത്ത് മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ എന്ന് ഹബീബായ നബി പറയുകയാണ്, ബഹുമാനപ്പെട്ട ലഖീത്ത് ബിൻ ആമിർ ആണ് റിപ്പോർട്ട് ചെയ്തത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന്. ഇമാം ത്വബറാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ താരീഖിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലിൽ ജന്നത്തി 8 അബ്വാബ്, സ്വർഗ്ഗത്തിന് 8 വാതിലുകളുണ്ട്. മാ മിൻഹുന്ന ബാബാനി, 2 വാതില്, ഇല്ലാ യസിറു റാകിബു ബൈനഹുമാ 70 ആമാ, അത് 2 വാതിലിന്റെ വീതി ഒരൊട്ടകത്തിന്
അതിൽ 2 വാതിലിന്റെ വീതി, 2 വാതിൽ, ഓരോ വാതിലിന്റെയും വീതി ഒരൊട്ടകത്തിന് 70 കൊല്ലം ഓടേണ്ട ദൂരമായിരിക്കും. അപ്പോൾ 3 രീതി വന്നു. എങ്ങനെ 3 വിശദീകരണം വന്നു. ഇനി ഒരു രീതി ഇല്ലാത്തത് കൊണ്ടാവൂല, ഇതിനിടയിൽ ഇനിയും രൂപമുണ്ടായേക്കാം. നബി പറഞ്ഞത് നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കാം. നബി പറഞ്ഞിട്ടുണ്ടാവും, അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ മുന്നിലുള്ള 3 തരം ഹദീത്ത് 3 സഹിയാണ്. എങ്ങനെ? ഒരു വാതിലിന്റെ വീതി മക്കയുടെയും ബസറയുടെയും അല്ലെങ്കിൽ ഹജറിന്റെയും ഇടയിലുള്ള വീതി, അപ്പൊ ഏകദേശം 1200 കിലോമീറ്റർ അങ്ങനെ വരും. പിന്നെ ഒരു വാതിലിന്റെ വീതി 40 കൊല്ലത്തെ വഴിദൂരം. ഒരൊട്ടകം, നിപുണനായ ഒരൊട്ടകം 40 കൊല്ലം ഓടിയാൽ എത്തുന്ന ദൂരം. 40 കിലോമീറ്റർ അല്ല, 40,000 കിലോമീറ്റർ അല്ല, എത്ര? 40 വർഷം ഓടിയാൽ എത്ര ഉണ്ടെന്ന് കണക്കാക്കൽ. അങ്ങനെയൊക്കെയാണ് അക്കാലത്ത് കണക്കാക്കൽ. ഒരു ഒട്ടകം 1 മാസം ഓടുന്ന ദൂരം, അങ്ങനെയൊക്കെ കണക്കാക്കൽ. മക്കയുടെയും ഫലസ്തീന്റെയും ഇടയിൽ 1 മാസത്തെ വഴിദൂര. മനസ്സിലാണ്ട് പറഞ്ഞത്? 1 മാസത്തെ, ഒരൊട്ടകത്തിന് 1 മാസത്തെ വഴിദൂര. ഇതൊരൊട്ടകത്തിന് തളർച്ചല്ലാതെ 40 കൊല്ലം ഓടിയാലുള്ള ദൂരമാണ് ഒരു വാതിലിന്റെ വീതി. അങ്ങനെ എത്ര വാതിൽ അറിയില്ല. 2 വാതിലിനെ പറ്റി നബി പറഞ്ഞിട്ടുണ്ട്. എന്ത്? നിപുണനായ ഒരൊട്ടകം 2 വാതിലിന്റെ വീതി നബി കൃത്യാക്കി പറഞ്ഞു. എന്ത്? ഒരൊട്ടകം 70 കൊല്ലം ഓടിയാലേ ആ വാതിൽ വിട്ടുകിടക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് 2 വാതില്. എത്ര മൊത്തം വാതില്? എത്ര വാതില്? 8. ഇതെങ്ങനെയാണ്? ഇതിനെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ, വലിയ മഹാപണ്ഡിതനാണ് ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എന്ന് പറയാൻ വെറുതെ പറയല്ല, വെറുതെ ഇരിക്കല്ലേ, വലിയ മഹാനാണ് അവർ ഈ ഹദീസിനെ എല്ലാം കണ്ടിട്ട് ആ ഹദീസിനെ ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കണം. ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസ് കണ്ടിട്ട് ഇതിന് പറയുന്ന ഒരു വിശദീകരണം ഞാൻ ഇവിടെ പറയാം. എന്താ അവർ പറയുന്ന ഒരു വിശദീകരണം? അവര് പറയല്ല, ഒലമ്മ കാലത്തിൽ ജിനാനു ദറജാത്തിൻ, സ്വർഗം എന്നാൽ തട്ടുകളാണ്. ഒരു തട്ടിന്റെ മീതെയാണ് വേറൊരു തട്ട്. മനസ്സിലായോ? ഇവിടെ വ്യത്യസ്തമായ അകലങ്ങളുള്ള വാതിലാണ് നബി പറയുന്നത്. ഇതൊക്കെ സ്വഹീഹാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സ്വർഗം എന്നാൽ തട്ടുകളാണ്. ഒരു തട്ടിന്റെ മീതെയാണ് മറ്റൊരു തട്ട്, ഒരു തട്ടിന്റെ മേലെയാണ് മറ്റൊരു തട്ട്. നരകം അങ്ങനെയല്ല. നരകം എന്നാൽ പതനങ്ങളാ, കുഴികളാ. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അല്ലാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. നരകത്തെ തൊട്ട് കാക്കണമേ റബ്ബേ. മനസ്സറിഞ്ഞ് പറ, അല്ലാഹു നരകത്തെ തൊട്ട് കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ ആവശ്യമായ എല്ലാ ഗുണങ്ങളും നന്മയും സൽസ്വഭാവവും എല്ലാ നന്മയും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വഭാവവും എല്ലാം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നരകത്തിലൂടെ പൂർണ്ണമായി ഞങ്ങളെ നീ കാക്കണമേ അല്ലാഹ്. നരകത്തിലെത്തുന്ന ഒരു ദുർഗുണവും ഞങ്ങൾക്ക് ഉണ്ടാകരുത് റബ്ബേ. ഉള്ളതിന് മാപ്പ് ചെയ്യുകയും അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സൽഗുണ സമ്പന്നനായ നല്ല മനുഷ്യനാക്കി ഞങ്ങൾ നീ വളർത്തി തരുകയും ചെയ്യണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹാഫിദ് ഇബ്നു ഖയ്യിം ഒരുപാട് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളെ ഞാൻ ഉദ്ധരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. ഈ ഹദീസിന് വിശദീകരണം കൊടുക്കുന്നത്, ഇതിൽ നിങ്ങൾ ബേജാറാവണ്ട. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതെന്താ ഈ ഹദീസ് ഇങ്ങനെ എന്ന് നിങ്ങൾ ബേജാറാവണ്ട. ഇത് എളുപ്പം ചിന്തിച്ചോണ്ട് മനസ്സിലാവും. എന്തുകൊണ്ട്? സ്വർഗം എന്നാൽ തട്ടുകളാണ്. ഒന്നിന്റെ മീതെയാണ് ഒരു തട്ട്, അതിന്റെ മീതെയാണ് വേറൊരു തട്ട്. ഖുർആൻ ഓടുകയും നന്മ ചെയ്യുകയും ചെയ്ത ഒരാള് എപ്പോഴും ഖുർആൻ ഓടുകയും നന്മ ചെയ്യുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരാൾ സ്വർഗത്തിൽ കയറിയാൽ അവനോട് പറയാ, ഓതിക്കോ, കേറിക്കോ. നീ എവിടെയാണ് ഓതി വെച്ചത് അവിടെയാണ് നിന്റെ അവസാന സ്ഥാനം, കേറിക്കോന്നറിയാം. മനസ്സിലായില്ലേ? കേറാൻ പറയും. അപ്പോൾ
ഈ മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ബേസിക് സ്വർഗ്ഗം. മനസ്സിലായോ? താഴെയുള്ള സ്വർഗത്തിന്റെ വാതിലാണത്. ഏത്? മനസ്സിലായില്ലേ? ചില ആളുകളെ കേറിയ അടുത്തെന്നാൽ മലക്കുകൾ പറയും യാ അബ്ദുല്ലാഹ് അൻത ഫൗഖ് മേലെ. മലക്കുകൾ പറയും മേലെ. അങ്ങോട്ട് കയറും. തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങോട്ട് കയറ്റും. എത്രത്തോളം എന്നാൽ ചില വാതിലുകൾക്ക് 40 കൊല്ലം ഒട്ടകമോടേണ്ട വാതിലിന്റെ ഏരിയയുണ്ട്. 70 കൊല്ലം ഒട്ടകമോടേണ്ട വാതിലിന്റെ ഏരിയയുണ്ട്. അതിന്റെ മേലുണ്ടാവാം 8 ഇപ്പോഴും ആയിട്ടില്ലല്ലോ. നബി 3 പറഞ്ഞുള്ളൂ. 1. ഇനി വേറെ അഭിപ്രായം. ഓരോ ഏരിയക്കാർക്കും 8 വാതിലുണ്ട്. മനസ്സിലായില്ല? താഴെത്തട്ടിനിട്ട്, അതിന്റെ മേൽത്തട്ടിനിട്ട്, അതിന്റെ മേലിട്ട്, അവിടെ ഇട്ട്, അങ്ങനെ ഉണ്ടാവാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഉണ്ടാവാം. സ്വർഗമെന്നാൽ തട്ടുകളാണ്. നിങ്ങൾ വിചാരിച്ച തട്ടുകളല്ല. വിചാരിച്ച ഉദാഹരണം പറയാം, നമ്മളൊരു ഹോട്ടലിൽ പോയി. ഇപ്പൊ നിങ്ങളെ മനസ്സിലുള്ളത് ഹോട്ടലാ. ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചപ്പോ നമ്മളോട് പറഞ്ഞ് നമ്മ ഇല കയറിക്കൊള്ളാം. നമുക്ക് വിഷമായി. എന്ത്? ഇവിടെ വല്ല റൂം ഉണ്ടെങ്കിൽ നോക്ക്, ഞങ്ങൾക്ക് കയറാനാവില്ല എന്നല്ല. അപ്പൊ നമ്മൾ പറയും ചെയ്യും. എന്ത്? ഇറങ്ങി താഴെ ഇരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം. അങ്ങനെ പറയും. നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നും നിങ്ങൾ അവിടെ ക്ഷീണിതനല്ല. മാത്രമല്ല അവിടുത്തെ ആസ്വാദനം നിങ്ങളിൽ അടിച്ചു വീശും. ആസ്വാദനത്തിനനുസരിച്ച് നിങ്ങൾ മുകളിലേക്ക് പോകും. എന്റെ ആസ്വാദനം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞു. അത് കേറും. തൗഫീഖ് തരട്ടെ. ഒരഭിപ്രായം. ഇന്നൊരഭിപ്രായം, വാതിൽ കണക്കൂട്ടിയാൽ 8ഉം 16 അല്ല. അങ്ങനെ അഭിപ്രായം. ഇത് പ്രമുഖമായ വാതിലുകളാണ്. മനസ്സിലായോ? ദർജ അങ്ങനെ തന്നെയല്ലേ? എന്തുകൊണ്ട് ദർജ? എങ്ങനെ? നീ ഓതിക്കോ കേറിക്കോ എന്ന് ഖുർആനോടുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും അമൽ ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യനോട് പറയപ്പെടും, ഓദിക്കോ കേറിക്കോ ഫൈന മൻസിലതാക ആഖിറു ആയത്തിൻ തഖറഉഹാ. ആണ് കേറ്. എത്ര ആയത്തുണ്ട്? 6000 ചില്ലാനോ? അത് ഉറപ്പല്ലേ? കുട്ടി ആട് കയറി. അതിന്റെ ഏറ്റവും മേലെയാണ് ഫിർദൗസ്. നിങ്ങൾ വിചാരിക്കണ്ട ഇവിടെ 8 തട്ടേ ഉള്ളൂ. 8 എന്നത് എന്താകാം? ഓരോ സ്വർഗത്തിന്റെയും വാതിലാകാം 8. മനസ്സിലായില്ലേ? അതൊരു കേറുക എന്നതൊരു പ്രയാസമല്ല. പ്രയാസം എന്നൊരു വിഷയവും ഇവനില്ല. ചിന്തിക്ക്. ഓരോരുത്തരെയും അവരവരോട് യോജിച്ച സ്വർഗത്തിലേക്ക് കയറ്റിപ്പെടും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അല്ലാഹുവോട് ഫിർദൗസ് എന്ന തട്ട് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊന്നും എനിക്ക് കിട്ടൂല എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ എന്റെ മുഖം കിട്ടുക ഒക്കെ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ, അത് കിട്ടും. അല്ലാഹുവിന്റെ റഹ്മത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ആരും സ്വർഗത്തിൽ കിടക്കൂല. അപ്പൊ യാ റസൂലല്ലാഹ് ഞാനും കിടക്കൂല. അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് അള്ളാഹു തആല കണക്ക് വെച്ചാൽ ഒന്നും കിടക്കണ്ടാവില്ല. ഒരു മനുഷ്യനും അമൽ കൊണ്ട് കിടക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗത്തിൽ കിടക്കുകയില്ല. നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ അമലുണ്ട് കിടക്കൂല നബി? ഞാനും കിടക്കൂല. എന്നോട് എനിക്ക് അള്ളാഹു ചെയ്ത നിഅമത്തിന് അള്ളാഹു തആല എണ്ണം നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ കണ്ടു നിങ്ങളോട് ഒരു വാഴക്കുട കച്ചവടക്കാരന്റെ ഉപമ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. എന്നതുപോലെ
ഇനി ആവർത്തിക്കുന്നില്ല, സമയമില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് അള്ളാഹു നമ്മെ മൂടിയാലല്ലാതെ നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. അപ്പൊ സ്വർഗത്തിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ റഹ്മത്തോട്. റഹ്മത്ത് ചോദിച്ചു, അതിലല്ല ആനെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ആനെ ഇരിക്കരുമെന്ന് ചോദിച്ചൂടെ? പറയൂ, കിട്ടിയാൽ ആന പലരും വാക്ക് ചോദിച്ചു. നമ്മളിപ്പോ എങ്ങനെ നിങ്ങൾ ഹബീബാനബി പറയാ നിങ്ങൾ അള്ളാഹിനോട് സ്വർഗം ചോദിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഫിർദൗസ് തന്നെ ചോദിക്കണം. ഏത്? അഅ്ലാ മനാസിലിൽ ജന്ന, സ്വർഗത്തിന്റെ തട്ടുകളിൽ ഏറ്റവും മേലെയുള്ളത് ഫിർദൗസ് എന്ന തട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും എവിടെ? അത് എത്രാമത്തെ തട്ടായിരിക്കും? അള്ളാഹു ആയാലും ആ തട്ടിന്റെ എത്ര അളവെത്ര? അള്ളാഹു ആയാലും. അപ്പൊ അവിടുത്തെ വാതിലിന്റെ അളവെത്ര? താഴെയാണ്. എന്ത് എന്ത് പറയട്ടോ? താഴെയാണ്. എന്ത് എന്ത് 1200 കിലോമീറ്റർ. സ്വർഗം എന്നാൽ ദറജകളാണ്. ചിലത് ചിലതിന്റെ മീതെയാണ് എന്ന്. വബാബുൽ ജന്നത്തിൽ ആലിയ ഫൗഖ ബാബിൽ ജന്നത്തില്ലതി തഹ്തഹാ. വബാബുൽ ജന്നത്തിൽ ആലിയ, മേലെയുള്ള സ്വർഗ്ഗത്തിന്റെ വാതിൽ, ഫൗഖ ബാബിൽ ജന്നത്തില്ലതി തഹ്തഹാ, അതിന്റെ താഴെയുള്ള സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ മേലെയാണ് മേലെയുള്ള സ്വർഗ്ഗത്തിന്റെ വാതിൽ. അതിന്റെ മേലെയാണ് അതിന്റെ മേലുള്ള സ്വർഗ്ഗത്തിന്റെ വാതിൽ. അതിന്റെ മേലെയാണ് അതിന്റെ മേലുള്ള സ്വർഗ്ഗത്തിന്റെ വാതിൽ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് പോവും. മനസ്സിലായോ? ഇവിടെയുള്ള സൗകര്യം മറ്റും കാണൂല, മറ്റുള്ള സൗകര്യം മറ്റും കാണൂല. താഴെ കിട്ടുന്ന എന്താ വിചാരിക്കാം, ഇതിനേക്കാളും വലിയ സൗകര്യം എനിക്ക് കിട്ടാനില്ല. അതിന്റെ മേലുള്ള ആള് സ്വർഗ്ഗക്കാരൻ വിചാരിക്കാം ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം കിട്ടാനില്ല. മനസ്സിലായല്ലോ പറഞ്ഞത്? റഹ്മത്തുള്ള ഖാസിമിയെയും മക്കത്തെ മുഫ്തിയെയും മക്കത്തെ രാജാവ് വിരുന്നിന് വിളിച്ചു എന്ന് സങ്കല്പിക്കും. റഹ്മത്തുള്ള ഖാസിമിയെയും വിരുന്ന് വിളിച്ചു. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ മക്കത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മുഫ്തിയെയും, ലോകത്തെ ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ, ഒരു മുഫ്തി, അയാളെയും വിരുന്നിന് വിളിച്ചു എന്ന് സങ്കല്പിക്കും. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് വിശാലമായൊരു ഹോട്ടലിന്റെ സൗകര്യം ചെയ്തിട്ടുണ്ട്. വിശാലമായ ഹോട്ടൽ, കൊട്ടാരം പോലത്തെ ഹോട്ടൽ. മനസ്സിലായോ പറഞ്ഞത്? അവിടെ നമ്മളെ നേരെ എയർപോർട്ടിൽ നിന്ന് അവിടെ കൊണ്ടാക്കി. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? ഭയങ്കരാണ് കേട്ടാ, നീ ഇതിനേക്കാളും വലിയ ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ നമ്മൾ ഫോൺ ചെയ്യും, ഭയങ്കര. ഈ കൊല്ലം ഈ നാട്ടിൽ ദുനിയാവിലെ ഏറ്റവും വലിയ സ്ഥലത്ത് ഹോട്ടലിൽ താമസിച്ച ഞാനാ. എന്താ ഹോട്ടൽ? മനസ്സിലായോ? ഞാൻ കണ്ടതിന്റെ പരമാവധി അതാണ്. അതേ സമയത്ത് മക്കത്തെ മുഫ്തിക്ക് ഒരു ഹോട്ടലുണ്ടാവും. ആ ഹോട്ടലിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ല. ആ ഹോട്ടൽ ഞാൻ കാണാത്തോണ്ട് ഈ ഹോട്ടൽ എനിക്ക് ചെറുതാവില്ല. ഭയങ്കര സൗകര്യമാണ്. ഒരു ദറജയുടെ മേലെയാണ് ഒരു ദറജ. ഒരു ലോകത്തേക്ക് കയറുന്ന ആൾക്കത് എമ്പാട് മതിയാവും, അതിന്റെ മേലത്തെ ബാട് മതിയാവും. മനസ്സിലായോ? താഴെയുള്ളവനെ ചിലപ്പോൾ മേലെ കയറ്റാം, മേലുള്ളവനെ അള്ളാഹു ഒരിക്കലും താഴത്ത് കിറക്കൂല. സ്വർഗത്തിന് അങ്ങനെയാണ്. സ്വർഗത്തിൽ കയറ്റി കയറ്റി കൊണ്ടുപോകാം, നരകത്തിൽ ഇറക്കി ഇറക്കി കൊണ്ടുപോകും. നമ്മളൊക്കെ ആക്കട്ടെ. സ്വർഗത്തിൽ സുഖം കൂടി വരും, നരകത്തിൽ ദുഃഖം കൂടി വരും. സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യൻ 100 വർഷം സ്വർഗത്തിൽ പ്രവേശിച്ച 100 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾ 100 വർഷം കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുക, ഞാൻ വന്ന് കണ്ടത് നരകമായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. അതായത് സ്വർഗത്തിൽ അള്ളാഹു തആല കയറ്റി കയറ്റി കൊടുക്കും. മനസ്സിലായില്ല? കുറെ കാലം ഈ സ്വർഗത്തിൽ ജീവിച്ചു, എന്നിട്ട് പിന്നെ അള്ളാഹു തആല പിന്നെ അവര് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യും. ആ ഇബാദത്ത് എന്താ ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇബാദത്തൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇബാദത്തുണ്ട്. നിങ്ങൾ വിചാരിച്ച ഇബാദത്തല്ല, മടിയന്മാരെ ഇബാദത്തൊന്നല്ല. ഒരു ഇബാദത്തുണ്ട് അവിടെ, ഞാൻ പറഞ്ഞുതരാം. ഇബാദത്തില്ലെങ്കിൽ എന്താണ് സുഖം? ഇബാദത്തില്ലെങ്കിൽ എന്ത് രസമുള്ളത്? ജീവിതത്തിന് രസം ഇബാദത്തല്ലേ?
ഒരു സൃഷ്ടിയുടെ ഏറ്റവും വലിയ സന്തോഷം സൃഷ്ടാവിൽ ലയിക്കുന്ന അതിന്റെ സായുജ്യമല്ലേ? അതിനേക്കാൾ വലിയ എന്ത് രസമുള്ളത്? ഒരു സൃഷ്ടിയുടെ സന്തോഷം എന്നാൽ അതിന്റെ സൃഷ്ടാവിൽ ലയിക്കലാണ്. അതുകൊണ്ടല്ലേ റഅയ്തു മൂസ യുസല്ലി ഫി ഖബ്രിഹി, ഖബറിൽ കിടന്നത് 2000 കൊല്ലം ഇത് നിസ്കരിക്കണം മൂസാ നബി. നമ്മളാണെങ്കിൽ സോക്കടായി തന്നെ നിസ്കരിക്കൂല, വയ്യ. അപ്പൊ നമ്മളെ മക്കൾ പറഞ്ഞ് പങ്ങൾ കുറെ എടുത്തിട്ടില്ലേ, നീ വേണ്ട, സാരല്ല, ഞാൻ അള്ളാഹ് തന്നോളാം. മൂസാ നബി ഖബർ കയറി നിസ്കരിക്കുക. എന്തേ? സൃഷ്ടിയുടെ സായുജ്യം സൃഷ്ടാവിലുള്ള ലയമാണ്. സൃഷ്ടാവിന്റെ ഓർമ്മയിലും സമർപ്പണത്തിലുമുള്ള ലയമാണ് സൃഷ്ടിയുടെ സായുജ്യം. അതുകൊണ്ട് സ്വർഗത്തിൽ ഇങ്ങനെ കേറും ഇങ്ങനെ കയറ്റിക്കൊണ്ട് 100 കൊല്ലമൊക്കെ കഴിയുമ്പോ സ്വർഗവാസി ആലോചിക്കാൻ, ഞാൻ വന്ന സ്വർഗം 100 സൗകര്യം ഉണ്ടാവില്ല. പിറ്റത്തെ കൊല്ലം എന്നെ വിരുന്നിന് വിളിച്ച് മക്കലെ രാജാവ്. തലേന്നത്തെ കൊല്ലം നമ്മളെ സന്തോഷിച്ച് വിട്ട്, നമ്മളോട് ആദ്യ കാലത്തൊന്നും മൂപ്പര് അത്ര വർത്താനം പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെയൊക്കെ മൂപ്പർക്ക് നമ്മൾ ഇഷ്ടമായി. പിന്നെ അങ്ങനെയൊക്കെ കുറെ ഇടക്കിടക്ക് രാജാവ് നമ്മളടുത്ത് വർത്താനത്തിന് വരും. അങ്ങനെ അവസാനം നമുക്ക് പോരാനുമായി. പെരുന്നാളായ രാജാവേ, പെരുന്നാളിന് ഞാൻ പൊരിയെ കൊണ്ടുവന്ന് പോട്ടെ. അപ്പൊ രാജാവിന് ആയിക്കോട്ടെ, പോയിക്കോളി. അങ്ങനെ രാജാവ് സന്തോഷത്തിൽ മടക്കി പറഞ്ഞയച്ച് അങ്ങനെ നമ്മൾ പോകുന്നു. പിറ്റേ കൊല്ലമോ നേരത്തെ വിളിച്ച്. ആ കൊല്ലം രാജാവ് നമുക്ക് തന്നത് കഴിഞ്ഞ കൊല്ലം മുഫ്തി കൊടുത്താണെങ്കിലോ അപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഈ 2ാമത്തെ കൊല്ലം കഴിഞ്ഞ കൊല്ലം മുഫ്തിക്ക് കൊടുത്ത ആ കൊട്ടാരമാണ് നമുക്ക് തന്നതെങ്കിൽ നമുക്ക് എന്താണെന്ന്, എനിക്ക് കഴിഞ്ഞ കൊല്ലം തന്നിരുന്നത് ഒന്നും അല്ല, ഇപ്പോഴാണ് ഞാൻ യഥാർത്ഥ ഹോട്ടലിലെത്തിയത്. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നതുപോലെ മീതെ ഉള്ള ദറജകളാണ് സ്വർഗം. എന്ന് പുല്ലമാലത്തിൽ സ്വർഗം മീതയാകുന്നതിനനുസരിച്ച് വിശാലമാകും. താഴെയുള്ള സ്വർഗത്തെക്കാൾ വിശാലമാണ് മേലെയുള്ള സ്വർഗം. കപ്പൽ പോലെയല്ല. കപ്പൽ ഏറ്റവും വിശാലം അടിയിലെ തട്ടയിരിക്കും, പിന്നെ അതിനേക്കാൾ ചുരുങ്ങും, പിന്നെ അതിനേക്കാൾ ചുരുങ്ങും, പിന്നെ അതിനേക്കാൾ ചുരുങ്ങും, പിന്നെ അതിനേക്കാൾ ചുരുങ്ങും, പിന്നെ അതിനേക്കാൾ ചുരുങ്ങും. ഇപ്പൊ ഉദാഹരണം പറയാം, 100 നിലയുള്ള ഒരു കപ്പൽ ഉണ്ടെന്ന് വെക്കുക, ഉണ്ടാകാം, ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 100ാമത്തെ നില എന്നൊക്കെ പറഞ്ഞാൽ 2 ആക്കാൻ താമസിക്കാനേ ഉള്ളൂ. മനസ്സിലായോ? നമ്മളുടെ വിചാരിച്ചുകൊണ്ട് അവിടെ ചിന്തിക്കണ്ട. മനസ്സിലായില്ലേ? അതായത് ദുനിയാവിലെ തട്ടുകൾ ചുരുങ്ങിയാവും. 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് താഴെ നിലയിൽ എങ്കിൽ നമ്മൾ മേലെ നിലയിൽ ഒരു 700 ഉപയോഗിച്ചിട്ട് ബാക്കിയുടെ വിടും. 3ാം നില പിന്നെയും ചുരുക്കും, 4ാം നില ഉണ്ടെങ്കിൽ പിന്നെയും ചുരുക്കും. മനസ്സിലായോ? പറഞ്ഞു അങ്ങനെയല്ല സ്വർഗം. കുല്ലമ അയലത്തിൽ ജന്നത്തു ഇത്തസാറ്റ്, സ്വർഗം മേലെയാവുന്നതിനനുസരിച്ച് വിശാലത കൂടും. ജന്നത്തുലത്തി ആലിഹ, സ്വർഗത്തിൽ ഒരു മേലെയുള്ള സ്വർഗം, ഔസൗ മിമ്മ ദൂനഹ, അതിന്റെ താഴെയുള്ളതിനേക്കാൾ വിശാലമായിരിക്കും. എന്തിൽ വിശാലത? അളവിൽ വിശാലത, സൗകര്യത്തിൽ വിശാലത എന്ന്. ഒരു സ്വർഗത്തിന്റെ വീതിക്കനുസരിച്ചായിരിക്കും ആ സ്വർഗത്തിന്റെ വാതിൽ. മനസ്സിലായില്ലല്ലോ പടച്ചോനെ? എന്തത്ര മനസ്സിലാക്കാൻ? ഒരു സ്വർഗത്തിന്റെ വീതിക്കനുസരിച്ചായിരിക്കും ഒരു സ്വർഗത്തിന്റെ വാതിൽ. അതിനേക്കാൾ വീതിയുള്ള സ്വർഗമാണ് മേലെ, അതിനേക്കാൾ വീതിയുള്ള വാതിലായിരിക്കും അതിനുണ്ടാവുക. താഴെക്കാൾ മീനം. മനസ്സിലായില്ലേ? അൽ ബാബു കുല്ലമ അലത്തിൽ ജന്ന, സ്വർഗം മേലെയാവുന്നതിനനുസരിച്ച് ഇത്തസാറ്റ് വിശാലമാകും. അപ്പോൾ മേലെയുള്ള സ്വർഗം ഔസഉ മിമ്മാ ദൂനഹു, അതിന്റെ നേരെ താഴെയുള്ളതിനേക്കാൾ വിശാലമായിരിക്കും. ബാബി, അങ്ങനെ വരുമ്പോൾ വാതിലിന്റെ വിശാലത ആ ജന്നത്തിന്, ആ സ്വർഗത്തിനനുസരിച്ചായിരിക്കും ആ സ്വർഗത്തിന്റെ വാതില്. പെണ്ണിന്റെ ടോപ്പും 10 വറന്റെ മൂടിയും പോലെ. മനസ്സിലായില്ല? പെണ്ണിന്റെ മൂടി, 10 പറ ചെമ്പിന് അതിന്റെ മൂടി, 100 പറ ചെമ്പിന് അതിന്റെ മൂടി, 1000 പറ ചെമ്പിന് ഉണ്ടെങ്കിൽ അതിന്റെ മൂടി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓരോ സ്വർഗത്തിനും ആ സ്വർഗത്തിനനുസരിച്ച വാതിലായിരിക്കും. 70 കൊല്ലം ഒട്ടകം ഓടേണ്ട വാതിലിന്റെ വീതി വരെ നബി പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറമുണ്ടോ? അല്ലാഹു അഅലം.
മനസ്സിലായോ? അല്ലാതെ ഇതിൽ ഏതാ വിശ്വസിക്കാന്ന് പറയണ്ട. ഇതൊക്കെ ശരിയാ. ഒരു തരം സ്വർഗത്തെയാണ് നബിയ പറഞ്ഞത്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഭൂമിയിലെ തട്ട് പോലെയല്ല. ഭൂമിയിലെ തട്ട് ചുരുങ്ങി ചുരുങ്ങി പോകും. സ്വർഗത്തിലെ തൊട്ട് വലുതായി വലുതായി പോകും. കുല്ലമ അലത്തിൽ ജന്നയിത്ത ഒരു സ്വർഗം വിശാലമാണ്, ഒരു സ്വർഗം മേലെയാണെങ്കിൽ അതിനനുസരിച്ച് വിശാലമാകും. മിമ്മ ദൂനഹ, അതിന്റെ താഴെയുള്ള സ്വർഗത്തിനേക്കാൾ വിശാലമാകും. അതിന്റെ മേലെ സ്വർഗമുണ്ട്, അതിന്റെ മേലെയുണ്ട്, അതിന്റെ മേലെയുണ്ട്, അതിന്റെ മേലുണ്ട്, അങ്ങനെ പോകും. ഓദിക്കോ കേറിക്കോ എന്ന് ഖുർആൻ കൊണ്ട് ഖായിമായ യഥാർത്ഥ മുഅ്മിനായ, ഖുർആൻ കൊണ്ട് ഖായിമായ യഥാർത്ഥ മുഅ്മിനോട് പറയപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എത്ര ഉണ്ടോ, എവിടെത്തും? അപ്പോൾ പിന്നെ മഖാമ മഹ്മൂദ് എന്തിരിക്കും?